ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് റാഗിപ്പൊടിയാണ്. ഞാൻ 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 നുള്ള് ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് നനച്ചെടുക്കുകയും കൂടെ ചെയ്യാം. നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കില്ലേ, അതുപോലെ തന്നെ. നമ്മൾ ഈ ചേർക്കണ വെള്ളത്തിൻ്റെ അളവൊക്കെ കൂടിപ്പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടാണിത് നനച്ചെടുക്കണത്. ഇതാ കണ്ടോ, നമ്മളിതാ ഇങ്ങനെയൊന്ന് ഉരുട്ടി നോക്കണ സമയത്ത് ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ ഈ പൊടി ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പഴയപടി ആകുകയും ചെയ്യണം. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി ഇതാ നമ്മുടെ ഈ റാഗിപ്പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഇഡ്ഡലി പാത്രത്തിലാണ് വേവിച്ചിട്ടെടുക്കുന്നത്. വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു റാഗിപ്പൊടി ചേർത്ത പാത്രം നമുക്ക് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചുകൂടെ കൊടുക്കാം. നമ്മളിപ്പോൾ മൂടി വെച്ചില്ലെങ്കിൽ ഈ റാഗിപ്പൊടിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഇതിനുള്ളിലേക്ക് വെള്ളമൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗിപ്പൊടി കൊണ്ടുള്ള ലഡു ആണ്. നമ്മുടെ ചാനലിൽ കുറേ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ റാഗിപ്പൊടിയൊക്കെ വേകാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റായി. ഇതിപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ റാഗിപ്പൊടിയുടെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. ഇനി ഇത് മിക്സാക്കി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു റാഗി ലഡുവിന് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 കപ്പ് ശർക്കരപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ചേർത്തിട്ടുള്ള ശർക്കരയിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തത്. നിങ്ങളെടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് പാനിയാക്കിയ ശേഷം അരിച്ചൊഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കപ്പലണ്ടി മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ടാവും, കപ്പലണ്ടി കഴിക്കണത് അത്ര നല്ലതല്ലല്ലോ എന്ന്. പക്ഷേ കപ്പലണ്ടിയിൽ ധാരാളം മഗ്നീഷ്യം, പ്രോട്ടീൻ, ഫൈബർ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കണത് നല്ലത് തന്നെയാണ്. പക്ഷേ മിതമായിട്ടുള്ള അളവിൽ കഴിക്കണമെന്ന് മാത്രം. കപ്പലണ്ടിയുടെ അളവൊക്കെ കൂടുതലായിട്ട് കഴിക്കണത് നമുക്ക് ഒട്ടും തന്നെ നല്ലതല്ല. ഇനി ഇതിലേക്ക് ചേർക്കണത് 1 ടീസ്പൂൺ മെൽറ്റാക്കി എടുത്തിട്ടുള്ള നെയ്യാണ്. നെയ്യുടെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് എക്സ്ട്രാ വെള്ളമോ പാലോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ചേർത്തിട്ടുള്ള ശർക്കര കൊണ്ട് തന്നെ നമുക്കിത് നന്നായി തന്നെ നനഞ്ഞ് കിട്ടും. ഇങ്ങനെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ്. തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. നമ്മളിതിലേക്ക് ശർക്കരപ്പൊടിയൊക്കെ ചേർത്തില്ലേ, അന്നേരം തന്നെ നമുക്ക് തേങ്ങയും ചേർക്കാം. ഞാൻ അന്നേരം ചേർക്കാനായിട്ട് മറന്നുപോയതാണ്. നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ശർക്കരപ്പൊടിയുടെ കൂടെ തന്നെ ചേർത്തോളൂ. നമ്മുടെ ഈ ഒരു ലഡുവിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ നല്ലപോലെ ഇഷ്ടമാകും. ഇത് റാഗിപ്പൊടി കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറയുകയില്ല. നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയെടുക്കുകയും കൂടെ ചെയ്യാം. കണ്ടോ, എല്ലാം തന്നെ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും കഴിക്കണ സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും കശുവണ്ടി റോസ്റ്റ് ചെയ്തെടുത്തതും കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഒന്നും കപ്പലണ്ടി ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അതിന് പകരമായിട്ട് കുറച്ച് തേങ്ങ കൂടുതലായിട്ട് ചേർത്താൽ മതി കേട്ടോ. തേങ്ങ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നതിന് പകരം കുറച്ച് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് ചേർത്തിയാൽ മതി. അപ്പോഴും നമ്മുടെ ലഡുവിന് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇഷ്ടമായി കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു റാഗി ലഡു ഒരു തവണയിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്